നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ ED റെയ്ഡ്. 8 മണിക്കൂറാണ് റെയ്ഡ് നീണ്ടത്. റെയ്ഡിനെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബി മുതൽ താഴേക്കുള്ള നേതാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് പിണറായിയുടെ വാടക വീട്ടിൽ പരിശോധന നടത്തിയിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചു. പോലീസ് സാന്നിധ്യത്തിൽ ED ഉദ്യോഗസ്ഥരുടെ കാർ അടിച്ചു തകർത്തു. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ ഗൂഢാലോചനയാണ് ED റെയ്ഡെന്നും വീണ തൈക്കണ്ടിക്കെതിരായല്ല CPM സമുന്നത നേതാവായ പിണറായി വിജയനും CPM-നും എതിരായ നീക്കമെന്നാണ് CPM നേതാക്കളുടെ വാദം. പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ കമ്പനി വിവാദ കരിമണൽ കമ്പനി CMRL നിന്നും പണം കൈപ്പറ്റിയ കേസിലായിരുന്നു റെയ്ഡ്. 2.78 കോടി രൂപയുടെ അനധികൃത ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. ബാങ്ക് നിക്ഷേപങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ റെയ്ഡിൽ ശേഖരിച്ചെന്നും ഇത് വിലയിരുത്തുകയാണെന്നുമാണ് റെയ്ഡിനു ശേഷമുള്ള EDയുടെ വിശദീകരണം. EDയുടെ അടുത്ത നീക്കമാണ് ഇനി ഏറ്റവും പ്രധാനം. പിടിച്ചെടുത്ത സാമ്പത്തിക ഇടപാടുകളുടെ രേഖയ്ക്ക് കൃത്യമായ വിശദീകരണം നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞാൽ കേസ് ഇല്ലാതെയാവും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ വീണയുടെ അറസ്റ്റിലേക്ക് വരെ ഈ കേസ് നീങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി വലിയ ചർച്ചയായിരിക്കുകയാണ് EDയുടെ ഇത്തരം റെയ്ഡുകളും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ നടക്കുന്ന റെയ്ഡുകൾ, EDക്ക് ഈ കേസുകൾ തെളിയിക്കാൻ കഴിയാതെ പോകുന്നത്, കൺവിക്ഷൻ റേറ്റിൽ ED ഇന്ത്യയിലെ ഏറ്റവും ദുർബലമായ അന്വേഷണ ഏജൻസിയായി നിൽക്കുന്നത്. ഒപ്പം മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നത്, ഇത് പിണറായി വിജയനെതിരായ അന്വേഷണമല്ല, പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണമാണ്. അതെങ്ങനെയാണ് CPM-നെതിരായ അന്വേഷണമായി മാറുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഈ വിഷയമാണ് സ്വാഭാവികമായും ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവേദിയും ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയാം. സുബേറാണ് തൃശ്ശൂരിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സുബേർ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് ഒട്ടും പരിചിതമല്ലാത്ത കാര്യങ്ങളാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ, മുൻ മുഖ്യമന്ത്രിയുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു. തെരുവിൽ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഒക്കെ നടക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള വാദങ്ങൾ ഉയരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഈ റെയ്ഡിനെ കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം. അതായത് റെയ്ഡ് നടത്തിയവർ പോകുമല്ലോ. ഇതിപ്പോ വീണ തൈക്കണ്ടിയുടെ പേരിൽ കേസെടുത്ത് അന്വേഷിച്ചതിന് ഇവർക്ക് എന്ത് ബുദ്ധിമുട്ട്, പാർട്ടിക്ക് എന്ത് ബുദ്ധിമുട്ട്? ആദ്യം വന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മോന്റെ പേരിൽ ഒരു കേസ് എടുത്തിട്ട് അന്വേഷിച്ചപ്പോ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനം തന്നെ രാജിവെച്ച് പോവുകയാണ്. മറ്റു പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെടുന്ന കാര്യമല്ല, എന്റെ പേരിൽ അത് അങ്ങനെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. ഇതിപ്പോ CPM-കാരി വീണയുടെ കേസിൽ ആളെ മകളല്ലേ, പിണറായി മുൻ മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ നമ്മുടെ വീണ തൈക്കണ്ടി. ആ തൈക്കണ്ടി ഒരിക്കലും ഇതിനെ ഈ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലോ. ഇപ്പൊ എനിക്കൊരു കാര്യം സംഭവിച്ചാൽ എന്റെ വീട്ടുകാരുടെ വിടുക, പുറത്തുനിന്നുള്ള വിടും വേണ്ടപ്പെട്ട കേസാണെങ്കിൽ. ഇതിപ്പോ ഇവരെന്തിനെ തല്ലിപ്പൊളിച്ച വണ്ടി 3-4 വണ്ടി തല്ലിപ്പൊളിച്ചില്ലേ അവര്? ഇത് ആരോ ഒത്താശാല ചെയ്തത്? ഇവരെ ഒത്താശാല, ഇവരെ പിൻവലിച്ചിനാണ് ചെയ്തത്. ഇവര് ഇല്ല, AK സെന്ററിൽ കയറിയിട്ട് എല്ലാത്തിനും പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കണം. നേതാക്കന്മാരും അവര് അവിടെ ബാരിക്കേഡ് വെച്ച് നിൽക്കുന്നില്ല, തൊട്ടുള്ള അകത്ത് കയറണ്ടെന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി എല്ലാത്തിനും പിടിച്ച് അറസ്റ്റ് ചെയ്യണം. എന്തേ പറ്റില്ല? അത് ഈ നയം നടക്കുകയാണ്. പോലീസുകാർക്ക് എന്താ പറ്റാതെ അതിലിടയ്ക്ക് ഒരു SI DSP പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ പറഞ്ഞ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, അത് ഞങ്ങൾ പ്രശ്നമില്ലാതെ തീരുമാനിക്കുന്നത് നിങ്ങൾ ഫോഴ്സിനെ ഇറക്കാൻ ചെയ്യുന്നത്. ആ സ്വകാര്യം പറഞ്ഞ സാറ് കേട്ടില്ലേ? അപ്പൊ ഈ പോലീസുകാർ പിണറായി വിജയന്റെ പോലീസാണ് അല്ലെ? ഇതില് പിണറായി വിജയന്റെ സഹാക്കന്മാരുണ്ടെങ്കിൽ സഹാക്കന്മാരെ ഒത്താശ ചെയ്ത് കൊടുത്തവർക്ക് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമ്പോ 3 വണ്ടി തല്ലിപ്പൊളിക്കുക. EDയുടെ വണ്ടി അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് EDയുടെ വണ്ടി അവരോട് റെന്റ് എടുത്ത വണ്ടി, ആ വണ്ടിക്ക് സംഭവിച്ചാൽ കാശ് കൊടുക്കണേ. എല്ലാത്തിനും പിടിച്ച് അകത്താക്കുക, എല്ലാവരും പിടിച്ച് അകത്താക്ക്. പിണറായി വിജയനും മോളെയും ആദ്യം പിടിച്ച് അകത്താക്കണം. അപ്പൊ എല്ലാം പുറത്തേക്ക് വരും. ഇവർ രണ്ടുപേരും ആദ്യം പിടിച്ച് അകത്താക്കി കഴിഞ്ഞാൽ എല്ലാം പുറത്തേക്ക് വരും. അല്ലാണ്ട് ഇതിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അതിൽ അവകാശമുള്ള ആൾക്കാരുണ്ടല്ലോ, അവകാശമുള്ള ആൾക്കാർ സഹാക്കളെ കംപ്ലീറ്റ് പിടിച്ച് ഒരാളെ അകത്താക്കണമെങ്കിൽ അതിന് നിയമപരമായി എന്തെങ്കിലും അവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടണം, അല്ലെങ്കിൽ അതിനുള്ള ശക്തമായ തെളിവുകൾ കിട്ടണം. അല്ലാതെ വെറുതെ ഒരാളെ ഇഷ്ടമല്ല എന്ന പേരിൽ പിടിച്ചകത്തിടാൻ കഴിയില്ലല്ലോ. പിന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ ഈ കുട്ടികളൊക്കെ പിടിച്ച് അകത്താക്കാൻ വേണ്ടി ഒരു കണ്ണീർ പോരാണ്ട് വരും. ഈ നൽകണമെങ്കിൽ ആ ബേബിനെ വലിച്ചയച്ച് മോശമായി, അത് ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല. പക്ഷെ ഒരാളെ കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഒരു ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ ബേബിനെ ഡൽഹിയിൽ പിടിച്ച് വലിച്ച് വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്, ആ മോശമായി. ആള് പ്രായം വന്നൊരു മനുഷ്യനാണ്, പക്വത വന്ന മനുഷ്യനാണ്. ആളങ്ങനത്തെ കാര്യത്തിന് ഇടപെടാറില്ല.
ആളന്ന് ഇവര് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിന്റെ ചോദ്യം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല, അവന്റെ വീട്ടിൽ നിന്ന് പോയി അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ MA ബേബി, ആ MA ബേബിനെ വരെ വലിച്ചുണ്ടോ ഇവര് അടിച്ച കാരണം ഇത് സംഭവിച്ചത്. അല്ലെങ്കിൽ ഇത് അന്വേഷിച്ച് അവര് പോകുമല്ലോ, അവര് വേറെ നിൽക്കില്ല, പിടിച്ചിട്ടോണൊന്നുമില്ല, അന്വേഷിച്ച് പോലും. ഇപ്പൊ സോണിയാഗാന്ധി എത്ര ചോദ്യം ചെയ്ത്, രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്ത്, ഇവിടെ കോൺഗ്രസ്സുകാർ കയറി അടിച്ചാടാ? ഇല്ലല്ല, ഒരാളും കയറി അടിച്ചില്ല. പ്രധാനപ്പെട്ട ചോദ്യം, ഈ രാജ്യത്ത് ED ഇങ്ങനെ പ്രതിപക്ഷ നേതാക്കളുടെ ഒക്കെ വീടുകളിലും അവർക്ക് നേരെ ലക്ഷ്യമിട്ട് ഒരുപാട് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ EDയുടെ ഒരു കൺവിൻഷൻ റേറ്റ്, അവർ അന്വേഷിക്കുന്ന കേസുകൾ തെളിയിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1% പോലും ഇല്ല. രാജ്യത്തെ ഏറ്റവും ദുർബലമായ, ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ കഴിവുകെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് ED എന്ന് അതിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അന്ന് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പായപ്പോ എന്തെല്ലാം കാര്യം വെച്ചാൽ അതിന് തെളിവുണ്ടായിരുന്ന ആൾക്കാർ അടിവിറ്റവരൊക്കെ ഭാഗ്യവന്മാര് അല്ലെ? ഈ നവകേരള നടത്തി പോലീസുകാരെ ഇറക്കി അടിച്ച്, DYFകാരെ അടിച്ച് തല പൊട്ടിച്ച് എത്ര ആൾക്കാർ ഇപ്പോഴും വയ്യാണ്ട് കിടക്കേണ്ട വീട്ടില് ഇല്ലേ? അതിനെല്ലാം ഇടപെടില്ല. മറുപടി അപ്പൊ ഇതൊക്കെ സംഭവിക്കും. ഇവരിപ്പോ ഇതുകൊണ്ട് അവസാനിച്ചിരിക്കും. ഇവര് ഞങ്ങൾക്ക് ശക്തിയില്ലേ, ശക്തിനെ എന്ത് തെളിയിക്കാതിരുന്നത്? 32 സീറ്റിലേക്ക് എന്തിനാ ഒതുങ്ങിയവര്? സുബൈർ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ റെയ്ഡിനെയും ആ റെയ്ഡിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെയും അസാധാരണമായ നീക്കങ്ങളെയും ഒക്കെ കാണുന്നത്? നമസ്കാരം കിരൺ സാറോ. നമസ്കാരമുണ്ട്. നല്ലൊരു പറച്ചിലാണ് അദ്ദേഹത്തിന്റെ കേട്ടത്. ആദ്യം തന്നെ നന്നായിട്ടുണ്ട്. അപ്പോ നമ്മളെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയന് മക്കളെ ഒന്ന് അകത്താക്കണം എന്നുള്ളത് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇറക്കിയിരുന്നു. അങ്ങനെ നിൽക്കുന്ന നേരത്തെ ഇപ്പൊ നമ്മളെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് ഇപ്പൊ അവിടെ പോയിനു. അവിടെ മുകളിൽ പോയിട്ട് കാണാനൊക്കെ സമയമൊക്കെ കിട്ടണ കാത്ത് അവിടെ പോയിട്ട് കിടന്നുറങ്ങിയൊക്കെ റെഡിയാക്കി പോന്നു. അപ്പോ അവരും പറഞ്ഞു ഇങ്ങനെ ഇവരൊന്നും ഇങ്ങനെ ആട്ടണം, അതല്ലെങ്കിൽ ആ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുകയാണ്, അപ്പൊ ആ ഇരിക്കുമ്പോ കുറച്ച് പൊന്തും, അപ്പൊ ഒന്ന് താത്തണം എന്നുള്ളവർക്ക് അങ്ങനെ താത്തലുണ്ടാക്കിയതാ. പിന്നെ മാത്രമല്ല, ബഹുമാനപ്പെട്ട ഒരു ചാനൽ പറഞ്ഞു ഇതൊരു തുടക്കം മാത്രം. തുടക്കം മാത്രം എന്ന് പറഞ്ഞാൽ സാറ് കേൾക്കണം, തുടക്കം ഈ ED റെയ്ഡ് തുടക്കം മാത്രം. അപ്പൊ ഇനി കുറെ ED റെയ്ഡ് വരാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. മുഹമ്മദ്, എനിക്ക് 1-2 ചെറിയ സംശയങ്ങൾ കൂടി താങ്കളോട് ചോദിക്കാനുണ്ട്. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പോയി പ്രധാനമന്ത്രിയെ കാണുക, സംസാരിക്കുക എന്നുള്ളത് എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിന്റെ വികസനത്തിനും അതിന്റെ സാമ്പത്തിക ഇടപാടുകൾക്കും ഒക്കെ ആവശ്യമാണ്. പിണറായി വിജയനും ഇതുപോലെ തന്നെ പോയി മോദിയെ കാണുകയും സംസാരിക്കുകയും ഉപഹാരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെയും ഇതിനെയും തമ്മിൽ എങ്ങനെയാണ് ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയോ VD സതീശനൊന്നും അല്ലല്ലോ റെയ്ഡ് നടത്തി EDയെ നിയന്ത്രിക്കുന്നത് BJP അല്ലേ? അപ്പോൾ ആ BJPക്കെതിരെ പറയാതെ, കേന്ദ്ര സർക്കാരിനെതിരെ പറയാതെ ഈ രാഹുൽ ഗാന്ധിക്കും VD സതീശൻ പോയി പറഞ്ഞാൽ അന്നേരം തന്നെ മോദി എന്നാൽ റെയ്ഡ് നടത്തിയേക്കാം എന്ന് പറഞ്ഞു വിടുവോ? അതെന്താണ് താങ്കൾ, അതെന്ത് രാഷ്ട്രീയമാണ്, എന്ത് ലോജിക്കാണ്? റെയ്ഡ് നടത്തിയേക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്താ വെച്ചാൽ അതിൽ പല ഉദ്ദേശങ്ങളുണ്ട്. കാരണം വെച്ചാൽ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ, അത് മനസ്സിലാക്കണം. അപ്പൊ ഇനി അവിടുന്ന് ഇനി വല്ലതും കുത്തി പൊന്നിച്ചിട്ട് ഞങ്ങളെ ഭരണത്തിന് തീർപ്പുണ്ടാക്കണ്ട എന്നുള്ളവർക്ക്. പിന്നെ കാർ തച്ചോടിച്ചു എന്ന് പറഞ്ഞു മറ്റേ സുഹൃത്ത് പറഞ്ഞു, ഒരു കാറിന്റെ അടുത്ത് ഒരു കട്ട ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിപ്പോ അടുത്ത 5 കൊല്ലത്തിന് അവിടെ ആ കാർ അവിടെ പാറ്റൊക്കെ വേണം. പിന്നെ ഒരു ചാനല് പറഞ്ഞു ഇനി ഞങ്ങളിത് തുടക്കാണ്, എന്നിട്ട് ഇനി ബാക്കി ഞങ്ങൾ ഇനി പിന്നെ വരും. പിണറായി വിജയനും അങ്ങനെയാണ് പറഞ്ഞത്, ഇത് തുടക്കമാണ് എന്നാണ് കരുതുന്നതെന്നാണ് പിണറായി വിജയനും പറഞ്ഞത്. അതും പറഞ്ഞു. അപ്പൊ അത് തുടക്കാണ്. എന്റെ സംശയം ഏതാണ്, ഈ VD സതീശൻ ഇതിനകത്ത് എവിടെയാണ്? VD സതീശനാണല്ലോ ഇതിനെ EDയെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരല്ലേ? ഇത് ഡീലാണ്. അത് ഡീല് തിരുവനന്തപുരത്ത് 3 സീറ്റ് ജയിച്ചപ്പോ അത് ഞങ്ങൾ ഡീലാന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് 3 സീറ്റ് ജയിച്ചെടുത്ത് വോട്ട് കുറഞ്ഞത് ആർക്കാണെന്നൊക്കെ മുഹമ്മദ് മഞ്ചേരി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ആദ്യം ഡീൽ ഉണ്ടാക്കിയെന്നുള്ളത് അറിഞ്ഞില്ലേ? ശ്രീ മുഹമ്മദ് മഞ്ചേരി, തിരുവനന്തപുരത്ത് അവിടെ BJP ജയിച്ച സ്ഥലത്ത് CPM-നും ഇടതുമുന്നണിക്ക് കുറഞ്ഞ വോട്ടുകളുടെ കണക്ക് കൂടി താങ്കൾ നോക്കുന്നത് നന്നായിരിക്കും. അതുകൂടി നോക്കിയിട്ട് ശേഷം ഈ ഡീലാർ അവിടെ ഉന്നയിക്കുന്നതായിരിക്കും നല്ലത്. ശരി, ഓക്കെ. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, സാധാരണ കേരളത്തിന് ഇങ്ങനെ ഒരു സംഭവം പരിചയമില്ല. കേരളത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ വീട്ടിലോ ഒരു ED റെയ്ഡ് നടക്കുക, ആ റെയ്ഡിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും ഒക്കെ അത് കേരളത്തിന് പരിചിതമായ ഒന്നല്ല. മറ്റു പല സംസ്ഥാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ രാജേഷാണ് എറണാകുളത്ത് നിന്ന്. രാജേഷ്, പറഞ്ഞോളൂ.
രാജേഷ് പറഞ്ഞോളൂ. ഇന്ന് കോടതിയുടെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. ഇഡിയുടെ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് SR കമ്പനി കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അതിൻ പ്രകാരം റെയ്ഡ് നടക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഈ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ റെയ്ഡിന് ഇത്രയധികം ഭയപ്പെടുന്നതും ഇങ്ങനെ കല്ലെറിയുന്നതും? റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥന്മാരെ വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുന്നത് എന്തിനാണ്? ഇത് ഇവർക്ക് ഭയമുണ്ട്. എന്തോ ഭയം കൊണ്ട്, ആ ഭയം കൊണ്ട് ഡീലാണെന്ന് പറയും. BJPയും CPM-ഉം തമ്മിൽ ഡീലാണെന്ന് പറയാ. അതല്ലെങ്കിൽ സാധാരണ പാവപ്പെട്ട പ്രവർത്തകരെ കൊണ്ട് വാഹനം തല്ലിപ്പൊളിക്കുക, ഇതുപോലുള്ളതെല്ലാം ചെയ്യുന്നത് ജനാധിപത്യപരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലുണ്ടല്ലോ പ്രശ്നങ്ങൾ. നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി പോലീസ് കയറാൻ വന്നാൽ നമ്മ കയറാൻ പറ്റൂലെന്നും പറഞ്ഞ് പോലീസുകാരെ പിടിച്ച് തല്ലാൻ നമുക്ക് അധികാരമുണ്ട്. എത്ര വലിയ നേതാവാണെങ്കിലും കളവും മോഷണവും തട്ടിപ്പും നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ നിന്ന് പറയാം, അന്വേഷിക്കൂ, കയറി പരിശോധിച്ച് തെളിവുമായി പുറത്തേക്ക് വരണം. അപ്പൊ അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നതല്ലേ ശരിയായ രീതി? ഇത്തരം ആക്രമണം നടത്തുന്നതാണോ ശരിയായ രീതി? ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മടിയിൽ കനമുള്ളവനല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ. മടിയിൽ കനമില്ലെങ്കിൽ ഇങ്ങനെ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുന്നത്? ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയല്ല, കേരള പോലീസ് മാറിയെന്ന് കൊടുത്തു, പാർട്ടിക്കാർ വന്ന് വണ്ടി തല്ലിപ്പൊളിച്ചു. ആ പാവപ്പെട്ട ഈ ഇടിക്കും മിക്കവാറും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ വേണ്ടി ഓടുന്ന വണ്ടി ടാക്സി വണ്ടികളാണ്. ആ വാഹനം തല്ലിപ്പൊളിച്ചിട്ട് അതിന്റെ ഡ്രൈവറെ തല്ലിയിട്ട് ഇവർക്ക് എന്ത് കിട്ടും? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ED ഓഫീസുകൾ എറണാകുളത്തില്ലേ, നേരെ ED ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുക, ED ഓഫീസ് തല്ലിപ്പൊളിക്കുക ചെയ്താൽ പോരെ? ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ റൂട്ടിൽ അഭ്യാസം, വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുക. ഇത് എത്രാമത്തെ ദിവസമാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇവരുടെ അഭ്യാസം നിൽക്കുന്നത്? ഇതെല്ലാം ഒഴിവാക്കുക. ജനാധിപത്യപരമായിട്ട് ഇപ്പോ ന്യൂ ജനറേഷൻ പിള്ളേരും മറ്റുള്ളവരും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വകവെച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് ഇതുവരെ സംഭവിച്ചിരിക്കുന്ന ഈ തോൽവിക്ക് കാരണം ഇതുപോലുള്ള അഭ്യാസങ്ങളാണ്. ഇത് മനസ്സിലാക്കാനുള്ള ശേഷി ഇപ്പോഴും പാർട്ടിക്കാർക്ക് വരാത്തതാണ്. ശ്രീ റെജിയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ റെജി, നമ്മൾക്ക് പരിചിതമായ സംഭവങ്ങളല്ല ഇന്ന് രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് ഒട്ടും പരിചിതമല്ല, പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും ഇതൊക്കെ നടന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ CPM-ന് അവരുടേതായ നിലപാടുണ്ട്, ED മറ്റൊരു നിലപാടിലാണ് നിൽക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എവിടെയാണ് ശരിയെന്നാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നേ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞാലേ എനിക്ക് വേറിട്ടൊരു അഭിപ്രായം. കാര്യം ഇത് രാഷ്ട്രീയമായി അവർ കൈകാര്യം ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയ പക്വതയില്ലായ്മയാ പറ്റിയത്. കാര്യം ആ സ്ത്രീ വീണ എന്ന് പറയുന്ന ആ പെൺകുട്ടി പിന്നെ വ്യക്തിപരമായ പോയി ഏതെങ്കിലും സാമ്പത്തിക കേസിനകത്ത് പെടുന്നതിൽ ഈ ചെങ്കൊടി കൊണ്ട് പിടിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ രാഷ്ട്രീയ പക്വതയില്ലായ്മ തന്നെയാണ്. ലക്ഷക്കണക്കിന് അണികളും പ്രവർത്തകരും ഉള്ള പാർട്ടിക്ക് ഈ ആളുകളെ ഇറക്കി പിടിക്കാൻ വേണ്ടി ഇവരെടുക്കുന്ന തീരുമാനം ഇവർക്ക് രാഷ്ട്രീയമായിട്ട് ശരിക്കും നഷ്ടമേ ഉണ്ടാവൂ. ധീരമായ നടപടിയാണ് അവർ പോകേണ്ടിയിരുന്നത്. കാര്യം P. ചിദംബരത്തിനെയൊക്കെ എത്രയോ ദിവസങ്ങളും മാസങ്ങളും ഇട്ട് അകത്തിടുകയും പുറത്തിടുകയും ചെയ്തിട്ട് ചിദംബരമൊക്കെ നേരിട്ട് ഫൈറ്റ് ചെയ്തെന്നേ. 10 വർഷം മുഖ്യമന്ത്രിയായിട്ടിരുന്ന മുഖ്യമന്ത്രിക്ക് ഡൽഹിയിലോ ഹൈക്കോടതിയിലൊക്കെ നല്ല സീനിയർ അഭിഭാഷകരെ വെച്ച് കാര്യങ്ങൾ നടത്തി ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും ബോധ്യപ്പെടുത്താവുന്ന ഒരു നിസ്സാര കാര്യം ഇവര് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചപ്പോൾ തന്നെ ഇവര് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ധീരമായി നേരിടണം, എന്തുമായിക്കട്ടെ. ഇവരൊക്കെ പിന്നെ CBI എന്നും സുപ്രീം കോടതി വരെ നെഞ്ചിടിപ്പും നെഞ്ചുവേദനയൊക്കെ കോടതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കയറി കിടക്കുന്ന പുള്ളിക്കാരാണ്. പിണറായിക്ക് പറയുന്നത് വെറുതെ ഭയപ്പെടുന്നു, എന്തിനോ ഭയപ്പെടുന്നുണ്ടോ? മകളിലൂടെ എന്നിലേക്ക് എത്തുമെന്നുള്ള എന്തോ ഒരു വെപ്രാളം ഇവർക്കുണ്ട്. അതുപോലെ പിന്നെ MP ഗോവിന്ദനൊക്കെ ഇത്ര രാഷ്ട്രീയമായിട്ട് ഒരു പക്വതയും വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു നിലപാട് അദ്ദേഹം എടുക്കുന്നത്. ഇവർക്ക് ഇനിയൊന്നും ജനങ്ങളെ കിട്ടുകയല്ലേ. ഇപ്പൊ വന്നു നിന്നൊക്കെ യഥാർത്ഥ പാർട്ടിയും കുറെ വിദ്യാർത്ഥികളെ ഈ വിദ്യാർത്ഥികളൊക്കെ എനിക്ക് തോന്നുന്ന നേരത്തെ 2 ദിവസം മുമ്പേ സമരസജ്ജരാക്കി കൊണ്ട് തെരുവിൽ നിർത്തുകയാണ്. അവരുടെ സീനിയർ അഡ്വക്കേറ്റുമാർക്ക് അറിയാം ഇങ്ങനെ ഒരു കേസ് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം. പാർട്ടിക്ക് എപ്പോഴും കുബുദ്ധി, അതിനെ നേരിടുക എന്നുള്ള തന്ത്രപരമായ നീക്കമല്ല അവർ നടത്തിയത്. ആ ചെങ്കൊടി അപമാനമുണ്ടോ? റജി, താങ്കൾ കേൾക്കാമെന്ന് കരുതുന്നു. ഒരു ചെറിയ ചോദ്യം. താങ്കൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ED കുറെ കാലമായി ED മാത്രമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ
കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴത്തിൽ സ്വർണ്ണക്കുരു, അങ്ങനെ പല ഉരുളിയിൽ സ്വർണം, അങ്ങനെ പല കേസുകൾ പറഞ്ഞ് കുറേ അന്വേഷണങ്ങൾ കുറേ കാലമായി നടത്തുന്നുണ്ട്. ഇത്രയും കാലം അന്വേഷണം നടത്തിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ, അതിന് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഇവർക്ക് ഏതെങ്കിലും ഒരു തരുമ്പ് പോലും തെളിവ് കണ്ടെത്താനോ ഒരു തുടർ നടപടി സ്വീകരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഉമ്മാക്കി കാണിക്കും, മടങ്ങി പോകും. എന്നതിനപ്പുറത്തേക്ക് ഇവർ എന്താണ് ഈ ഇഡിക്ക് കഴിഞ്ഞിട്ടുള്ളത്, അന്വേഷിച്ച് എന്താണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അതെന്താ, ഞാൻ മുമ്പേ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയമായിട്ട് ചിത്രീകരിക്കുക. കാര്യം അന്ന് ഭരണം ഭരിക്കുന്ന ഒരു പാർട്ടിയെ, ഭരിക്കുന്ന പാർട്ടിയെ ഭരണത്തിലിരുത്തി അവർ എതിർക്കുന്ന ഒരു പാർട്ടിയെ ഭരണത്തിൽ കയറ്റാതെ ഇരിക്കുന്ന നിലപാടിലേക്ക് തന്നെയാണ് വന്നത്. ഈ ഇലക്ഷന്റെ ഫൈനൽ തീരുമാനം വോട്ടർമാരുടെ മനോഗതിയും കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് വിജയിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെടണം. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് പറയാം, രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഈ മണ്ടന്മാരി നേരത്തെ തന്നെ ഉപയോഗിക്കാമായിരുന്നല്ലോ. അങ്ങനെയൊക്കെ പറയാം. ഞാൻ ചോദിച്ചാൽ കുറെ കാലമായി കുറെ അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തൊന്നും ഒരു തെളിവുകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാനൊന്നും നമുക്ക് ആ അന്വേഷണ ഏജൻസി കൊള്ളാം, അവർ ഒരു കള്ളം കണ്ടെത്തുന്നുണ്ട് എന്ന് തോന്നുന്ന എന്തെങ്കിലും വേണ്ടേ? അത് തന്നെ അന്നത്തെ തുടങ്ങിയല്ല. അന്ന് മറ്റേ ഓലപ്പടക്കം ഇട്ട് പൊട്ടുകയും ഇപ്പൊ ഗുണ്ട പൊട്ടാൻ പോകുന്നു. അതാ പറ്റിപ്പോയത്. അതിനകത്ത് ഇവര് തല വെക്കുകയും ചെയ്തു. തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നാണ്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഈ റെയ്ഡിനെയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളെയും അതിനെ CPM-ന്റെ നിലപാടിനെയും ഒക്കെ കാണുന്നത്? നമസ്കാരം. എനിക്ക് പറയാനുള്ള സാറേ, ഈ നിലപാടെന്ന് എന്ന് പറയുമ്പോൾ മനുഷ്യനെ വിട്ടിയാക്കുന്ന രീതിയിലൊരു പ്രവർത്തനമാണ് ഇപ്പം ഈ ഇടതുപക്ഷ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇത് നടത്തുന്നത് പിണറായി വിജയന്റെ നേർക്കല്ല ഈ അന്വേഷണം വരുന്നത് പിണറായി വിജയന്റെ മകളുടെ നേർക്കാണ്. ഈ പിണറായി വിജയന്റെ മകൾക്ക് നേരെ വരുമ്പം ഈ CPM പ്രവർത്തകർ ഇതിനകത്ത് ബന്ധപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു പാർട്ടി പ്രവർത്തകയോ ഒരു സമൂഹത്തിനിടയ്ക്കുള്ള പ്രവർത്തകയോ ഒന്നും അല്ല ഇവർക്ക് നേരെ വരുന്ന ആക്രമണം കോടതി വിധി പ്രകാരമല്ല ഇവര് വരുന്നത്. കോടതി വിധിപ്പാടിൽ ED അന്വേഷണം വരുന്നത്. നമുക്കറിയാമല്ലോ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ ഈ ED അന്വേഷണം നടത്തുമ്പോൾ ഇതുപോലെ പ്രലോഭനങ്ങൾ ഉണ്ടായോ? ഇത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയ്ക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അക്രമം അഴിച്ചുപെട്ടുകൊണ്ട് വീണ്ടും ജനങ്ങളെ അടുപ്പിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇവരിൽ തോന്നുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് അക്രമത്തെ ഒരിക്കലും ന്യായീകരിക്കുകയില്ല. പോലീസുകാർ നിയമം നടപ്പിലാക്കാൻ ഒരു ജനങ്ങൾക്കും നമുക്ക് അവകാശമില്ലെന്നാണ് എന്റെ ചെറിയൊരു അറിവിലുള്ളത്. ഇവര് നിയമം നടപ്പിലാക്കിക്കൊണ്ടല്ലേ പോകുന്നത്. ഇപ്പൊ തന്നെ പാർട്ടി ഓഫീസിൽ കയറിയിരിക്കുന്ന അക്രമം നടത്തിയ പാർട്ടി ഓഫീസ് കയറിയിരിക്കുന്ന അവർ പറഞ്ഞിരിക്കുന്ന VS ജോയി MLA അവർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെ തരുന്നു വരുന്ന ആൾക്കാർ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വിട്ടാക്കാം. അത് എന്തൊരു ന്യായമാ സാറേ, എന്തൊരു നീതിയാ സാറേ? ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു വില പോലും ഇല്ലാത്ത രീതിയിലേ ഇപ്പൊ ഇവർ പെരുമാറുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഗുണ്ടായുസമൊന്നും അല്ലാതെ ഇതിനകത്ത് സാറേ എന്താ പറയാനുള്ളത്? ഇത് ഗുണ്ടായുസം കൊണ്ട് എന്തും നേടാവുന്ന ഈ ഇടതുപക്ഷത്തിന്റെ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഇനി പിടിച്ചു പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ അവർ മനസ്സിലാക്കി. അത്തരം മനസ്സിലാക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ EP ജയരാജൻ ഇന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇവിടുത്തെ നേതാക്കന്മാരുടെ അഴിമതി ഇരുന്നു. ഞാൻ ചോദിക്കട്ടെ, വൈദേഹൻ റിസോർട്ടിനൊക്കെ എത്ര കോടികൾ മുടക്കി, എത്ര വരുമാനം EP ജയരാജനുള്ളത്? ഈ മന്ത്രിയായിരുന്ന കാലത്തൊക്കെ ഉണ്ടാക്കിയതല്ലേ? ഞാൻ പറയുന്നത് ഈ വരുന്ന മന്ത്രിമാരെ മുഴുവൻ കേരളത്തിൽ ഭരിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെ മുഴുവൻ ED അന്വേഷണം നടത്താൻ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യൽ മാത്രമേ നമ്മുടെ ചോദ്യം ഇവരെല്ലാം അഴിമതി കാണിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതും സമ്മതിക്കുന്നു. പക്ഷേ ഇതൊക്കെ ED അന്വേഷിച്ചിട്ടുണ്ടെന്ന് കാര്യം. EDക്ക് ഈ EDയുടെ അന്വേഷണത്തിൽ അങ്ങനെ അന്വേഷിച്ച് കാര്യങ്ങൾ തെളിയിക്കാൻ ശേഷിയുള്ള ഒരു ഏജൻസി ആണ് എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ അവരുടെ അന്വേഷണത്തിൽ പലപ്പോഴും ഈ കാര്യങ്ങളൊന്നും തെളിയിക്കാൻ കഴിയാറേ ഇല്ല. ശരിയാണ് സാർ വായിച്ചിരിക്കുക. അല്ലെ നമ്മൾ എനിക്ക് CBI പോലുള്ള അധികാരികൾ വന്ന് അന്വേഷണം നടത്തിയിട്ട് നമുക്കറിയാമല്ലോ എത്രയോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. CBIയുടെ അന്വേഷണങ്ങളും അല്ലാത്ത കാര്യങ്ങളെല്ലാം നടത്തിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ തകർക്കും പോലെയല്ലേ ചെയ്യുന്നത്. ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നാണ്. ശ്രീ ശിവദാസൻ, താങ്കൾ ഇന്നത്തെ ഈ അത്യപൂർവമായ സംഭവ വികാസങ്ങൾ, കേരളത്തിന് പരിചിതമല്ലാത്ത ഒന്ന്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരമുണ്ട്. കുറെ കാലമായി നമ്മൾ സംസാരിച്ചിട്ട്. ഓക്കെ, ശരി, ഓക്കെ, പറഞ്ഞോളൂ. സുഖാണല്ലേ? സുഖമായിട്ടിരിക്കുന്നു, പറഞ്ഞോളൂ. അനിയ, എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ED ഇവിടെ അന്വേഷണം വെച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സഹിക്കാൻ പറ്റിയിട്ടില്ല. സത്യമായ കാര്യമാണ്. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി അവര് രേഖ കൊണ്ട് കാണിച്ചു, വീണ്ടും അനുവാദം കൊടുത്താണ് ED വന്നത്, അന്വേഷണത്തിൽ വന്നപ്പോൾ മുൻ മുഖ്യമന്ത്രി പേരിലല്ല, അദ്ദേഹത്തിന്റെ മകളുടെ പേരിലും കുറെ സ്റ്റാഫ് സെക്രട്ടറിമാരുമാരിലും IT മേഖലയിൽ ബന്ധപ്പെട്ട ആൾക്കാരുടെ പേരിലാണ് അന്വേഷണം വന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോ ജനങ്ങൾ വിധി എഴുതി ഇവർ കാണിച്ച എല്ലാ കൊള്ളത്തരത്തിനും അഴിമതിക്കും വായ്ക്കൊഴുപ്പിനും അഹങ്കാരത്തിന് രക്ഷ കൊടുത്ത് മാറ്റിയിരിക്കുകയാണ്? എന്നിട്ട് പോലും
ഒരു പാർട്ടി പ്രവർത്തക പോലും ഇല്ലാത്ത വീണയ്ക്ക് വേണ്ടി എന്തിനാണ് ഇവരിങ്ങനെ തുണിഞ്ഞിറങ്ങി? അപ്പോൾ എന്തെന്ന് കേട്ടാല് അച്യുതാനന്ദൻ സഖാവ് മരിച്ചോടുകൂടി, കൊടിയേരി ബാലകൃഷ്ണൻ സാർ മരിച്ചോടുകൂടി ഇതിന് നേതൃത്വത്തിന് കൊടുക്കാൻ, അംഗീകാരം കൊടുക്കാൻ, അതായത് നല്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പക്വതപരമായി നേതൃത്വം കൊടുക്കാൻ ഒരാളില്ല. അതിന്റെ ഉദാഹരണമാണ് റഹീം മെനിഞ്ഞാൻ വിളിച്ച് പറഞ്ഞത്, ഇരിക്കട അവിടെ വിളിച്ചു പറയുന്നത്. അത് കൊച്ചു കുഞ്ഞുങ്ങളോടെയാണ്. കാരണം 126 SFI പേരെ കൊന്നൊഴുക്കിയ ചോരയാണ് CPM എന്ന് അവർ മനസ്സിലാക്കണം. ഇനി അത് കിട്ടൂല. പക്ഷെ ഇനിങ്ങനെ മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി അംഗീകാരം കൊടുത്ത് ഇവിടെ വരുമ്പോൾ തെറ്റ് ചെയ്തോ ചെയ്തില്ലേ, പക്ഷെ ഇന്ന് കാണിച്ച ഈ അഹങ്കാരം 114.0 അതായത് 7% ഒരു മാർക്കുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും? CPM ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നത് സത്യമായ കാര്യമാണ്. പ്രതികരിക്കാൻ CPM കൊണ്ടേ പറ്റൂ. പക്ഷേ CPM-കാരെല്ലാം പണത്തിന്റെ കൊതികളായി മാറി. സത്യമായാണ് കിരൺ ബാബു, എന്റെ പൊന്നനിയ, അവരെല്ലാം പണത്തിന്റെ കൊഴുപ്പുകളായി മാറി. പാവപ്പെട്ടന്റെ രക്തത്തിന്റെ വില അറിയാനും വിശപ്പിന്റെ വില അറിയാനും തൊഴിലാളി വർഗത്തിന്റെ വില അറിയാനും അവർക്ക് ആർക്കും അറിയില്ല. അതിന്റെ ഉദാഹരണമാണ് 10 വർഷം ഭരിച്ച പിണറായി വിജയൻ പോലും ഉണ്ടായി. നമ്മുടെ വിഷയം അതല്ല. അവർ എന്തെങ്കിലും കാര്യത്തിൽ കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ തെരഞ്ഞെടുപ്പിൽ വിധിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതല്ല വിഷയം. ഇങ്ങനത്തെ ഉള്ള ഒരു ED റെയ്ഡുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട് എന്താണെന്നാണ് ചോദ്യം. എന്റെ നിലപാട്, ED നിലപാട് കോടതി അനുവാദം കൊടുത്തല്ലേ വന്നത്. വന്നപ്പോ എന്ത് ചെയ്യണം? അത് നമ്മൾ നോക്കിയിരിക്കണം. ED ഇവിടെ പരാജയപ്പെട്ടുണ്ട്, ഒരുപാട് കേസിൽ പരാജയപ്പെട്ടുണ്ട്. കിരൺ ബാബു ഒരുപാട് കേസ് പരാജയപ്പെടുന്നു. അതേപോലെ അടങ്ങിയിരിക്കണം. ഇത്തിരി സമാധാനപ്പെട്ട് നേതാക്കന്മാരും ഇത്തിരി സമാധാനം കൊടുത്ത് അണികളെ വിളിച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാതെ കാറടിച്ച് പൊടിച്ചു, പുരുഷന്മാർക്ക് പരിക്ക് പറ്റി, ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല. അവർ തെറ്റോ ശരിയോ നമുക്ക് കോടതിക്ക് മുമ്പ് പോവാം, അവിടെ വിധിക്കപ്പെടട്ടെ, അവിടെ നിന്ന് വരട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ. ശ്രീ ശിവദാസൻ, ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ റെയ്ഡിനെ കുറിച്ചും റെയ്ഡിനോടുള്ള പ്രതികരണത്തെ കുറിച്ചും ഒക്കെ ഉള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? ഇത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. കാരണം ഇത് ആര് തട്ടിപ്പോയെങ്കിലും എന്നെ ഇടിയടിക്കാൻ അവരൊക്കെ കല്ല് വെച്ച് ഇത് എന്ത് പരിപാടി നടക്കുന്ന കൊള്ളക്കാരെ നടക്കാൻ ഈ ബംഗാളിലും മറ്റേ ഇവിടെ നടക്കാമല്ലേ കാണിക്കുന്നവര്. ഒരു മര്യാദ ഇല്ലാതെ റേഡിയോ നടക്കട്ടെ, കുറ്റം ചെയ്തിട്ടില്ല പിന്നെ ഇവർക്ക് തന്നെ പേടിക്കാനെത്രയാണ്? ചുമ്മാ പോലീസുകാരൊക്കെ നോക്കിയിരിക്കുക, ചുമ്മാ വെറുതെ വന്ന് അവരെ കൊന്നേനെ. ഇപ്പം ഒരു മര്യാദ ഇല്ലാതെ കയറില്ല കയറണം. നിങ്ങൾ കണ്ടോണ്ടിരിക്കണല്ലേ. ശരി, താങ്കളുടെ വ്യക്തമാണ്. ശ്രീമതി ജയ ആണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, ഈ റെയ്ഡിനെയും അതോടൊപ്പം തന്നെ അതിനോടുള്ള CPM-ന്റെ പ്രതികരണം, ഇതിനെയൊക്കെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. ഇന്ന് നടന്ന സംഭവം വളരെ മോശമാണ്. വിശേഷിച്ച് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വടക്കേ ഇന്ത്യയിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ പത്രത്തിലും TV-ലും ഒക്കെ കാണുന്നുണ്ട്. കേരളത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. അത് ED റെയ്ഡിനായിരുന്നെങ്കിൽ റെയ്ഡ് ചെയ്യട്ടെ, അവർക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ അവരെ ശിക്ഷിക്കുള്ളൂ. അവര് ഡോക്യുമെന്റ്സ് നോക്കാൻ വന്നു, ഡോക്യുമെന്റ്സ് നോക്കി പോകാൻ പോയവരെ എന്തിനാ ഈ തെമ്മാടി കൂട്ടങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? എന്തൊരു മോശമായി പോയി. ആ ഒരു കാറിലിരുന്ന സ്ത്രീയുടെ ഒരു പയ്യൻ എന്ന് പറയുന്ന അവന്റെ ടാക്സിയാ, അതുവരെ അടിച്ചു പൊട്ടിച്ച് അവന്റെ ഉപജീവന മാർഗമല്ലേ അത്? ഇതൊന്നും ശരിയായ ഒരു നടപടിയല്ല. ഇവര് തോറ്റതിന്റെ വിഷമം ഇരിക്കുന്നത് കൊണ്ടായിരിക്കണം ഇങ്ങനെ പ്രവർത്തിച്ചത്. നേതാക്കൾ കുറച്ച് സംയമനം പാലിച്ച് അവരുടെ അണികളെ നിയന്ത്രിക്കണമായിരുന്നു. അതില്ലാതെ പോയതാണ് കിരണെ ഇത് ഇത്രയും പ്രശ്നമായത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. രാധാകൃഷ്ണനാണ്, വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ ED റെയ്ഡിനെയും അതിനോടുള്ള CPM-ന്റെ പ്രതികരണത്തെയും ഒക്കെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. എന്തിനാ ഇത്ര ഭയം? കാരണം ഈ മടിയിൽ കനമുണ്ടെങ്കിൽ മാത്രമല്ല പേടിച്ചാൽ മതിയില്ല. പക്ഷെ ഈ കോലാഹലമൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇതിനകത്ത് എന്തൊക്കെ ആക്രമിച്ച സംഭവമാണ്. വലിയ പ്രഷറുണ്ട്. അതുകൊണ്ട് പ്രതികളെ കിട്ടിയ തീരു 10 പ്രതികളുടെ ചിത്രം പാർട്ടിക്കും പ്രതികളെ കൊടുക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അതൊക്കെ പോലീസിന്റെ അന്വേഷിക്കട്ടെ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആഫീസിൽ കയറുന്നതിനെ സംബന്ധിച്ച് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. പ്രതികളുടെ വിവരം കൊടുത്താൽ വിട്ടുതരാമെന്നാണ് വിജോയ് അല്പസമയം മുമ്പ് പോലീസിനെ അറിയിച്ചത്. അങ്ങനെ എന്തെങ്കിലും വിവരം പോലീസ് നൽകിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിപ്പോ വന്നതിലുള്ളൂ. പാർട്ടി ഓഫീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് തന്നെയല്ലേ? പാർട്ടി ഓഫീസിനകത്തേക്ക് കയറാൻ അനുവദിക്കില്ല. എന്റെ കാര്യമില്ല, ഇവിടെ പ്രതികളാരുമില്ല, ഇവിടെ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ.
മുൻ മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രതികരിച്ചത്. നേരത്തെ അക്രമവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികളാണ് എന്ന് സംശയിക്കുന്നവർ പാർട്ടി ഓഫീസിനുള്ളിലുണ്ട്, അവിടെ കയറി അറസ്റ്റ് ചെയ്യും എന്നുള്ള ചില നീക്കങ്ങൾ പോലീസ് നടത്തിയിരുന്നപ്പോൾ അതിനെതിരെ CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ചില പ്രതിഷേധങ്ങളും തടയലും ഒക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആണ് ചില ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി നൽകിയത്. ശ്രീ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ പറഞ്ഞോളൂ. ഇതെന്തിനാണ് വെച്ചാല് ഭയവും കോലാഹലവും കാണിക്കുമ്പോ ഒന്നുറപ്പിക്കാം നമുക്ക് ഇതില് എന്തോ കനമുള്ള എന്തോ ഉണ്ടെന്ന്. മതി ആരോപണം വന്നു കഴിഞ്ഞാൽ അന്വേഷണം നടക്കണം, അതെല്ലാരും പറയണതാണ്. ഇതിപ്പോ ഇവര് പറയണെന്ന് വെച്ചാല് അന്വേഷണത്തെ അവര് രാഷ്ട്രീയപരമായിട്ടും അല്ലാണ്ട് നേരിടുന്നതാണ്. അപ്പൊ അതിനകത്ത് ഉദ്ദേശം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ, രാഷ്ട്രീയപരമായി. ഇത് രാഷ്ട്രീയമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഗുണ്ടായുസമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഈ കട്ട് വെച്ചതൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ദരിദ്രം ഇല്ലാത്തൊരു നാടായിട്ട് മാറും. ഇവര് പറഞ്ഞ പോലെ തന്നെ ആക്കാൻ പറ്റും. ഇതെല്ലാവർക്കും പാവങ്ങൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ കട്ട് വെച്ചേക്കണ കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ സംഭവം ഉണ്ടായത്. കാരണം കഴിഞ്ഞ ഭരണമൊക്കെ നമ്മൾ കണ്ട്. കാരണം ഈ ഒരു പാർട്ടിയാണ് ഭരിച്ചത്, അല്ല ഇപ്പോഴും കാണിക്കുന്നത് എന്താ? വീണ വിജയൻ അയാളുടെ മോളെന്നുള്ള രീതിയിൽ ഇത്രയും ഇത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പാർട്ടി ഇതിനു വേണ്ടിയിട്ട് ഇത്രയും ഈ പിള്ളേരെയൊക്കെ ഇറക്കി വിട്ട് ഇപ്പൊ കേസ് വരുമ്പോ അറിയാം, എല്ലാം തല്ലും കൊണ്ട് ജാമ്യം ഇല്ലാണ്ടൊക്കെ അകത്ത് കിടക്കേണ്ടി വരും. കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷണം നടത്തി അവർക്കിട്ടാണ് തല്ലിയേക്കണത്. അത് വെറുതെ ഇരിക്കുമെന്ന് തോന്നണണ്ട കേസ്. ഇപ്പൊ ഇവർക്കറിയാം പാർട്ടി ഓഫീസ് കേട്ടില്ലെന്ന് പറഞ്ഞ പാർട്ടി ഓഫീസുകാർക്ക് വൈറ്റിലയിൽ നിന്നും പ്രതികരിച്ചത്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ ഇന്ന് എനിക്ക് തോന്നുന്നു പതിവിലും വേറെ ഒരുപാട് കമന്റുകളാണ് യൂട്യൂബിൽ കിടക്കുന്നത്. പിന്നെന്തിനാണ് പിണറായി 8 മണിക്കൂർ തടഞ്ഞു നിർത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലർ ചോദിച്ചിരിക്കുന്നു. സഹതാപം കിട്ടാനാണ് എന്നൊക്കെ ഒരാൾ പറഞ്ഞിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി പൂർണ്ണ പരാജയമെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. അമ്പാടി നിയമം കോടതിയും വേണ്ടല്ലോ എന്നുള്ള അമ്പാടി ഇങ്ങനെ തടയാനാണെങ്കിൽ എന്നുള്ള ചോദ്യമാണ് തോന്നുന്നത്. ഗുണ്ടായുസം കാണിക്കുന്നത് ED ആണ് തങ്കച്ച എന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. ഗ്ലാഡിയേറ്റർ പറയുന്നു പോലീസിൻ്റെ നിയന്ത്രണം ഇപ്പോഴും പിണറായിയുടെ കയ്യിൽ ആണ് എന്ന് പറയുന്നു. മടിയിൽ കനമില്ല എന്ന് മാത്രമല്ല 10 പൈസയുടെ ബോധം ഇവർക്കില്ലെന്ന് മനസ്സിലായെന്ന് സുനിൽകുമാർ പറയുന്നു. മോഹൻദാസ് പറയുന്നു മടിയിൽ കനമില്ലാത്തവൻ ED ഭയക്കുന്നത് എന്തിനാണ് എന്ന് മോഹൻദാസ് ചോദിക്കുന്നു. ഉണ്ടായിട്ടും കാണിക്കുന്നത് ED ആണ്, അതിനെ തടയാൻ കോൺഗ്രസിൽ നട്ടലുണ്ടായില്ല, നട്ടലുണ്ടായ സഖാക്കൾക്കാണ് എന്ന് MS ഷാജി പറയുന്നു. പാർട്ടി ഓഫീസാണോ അതോ ഗുണ്ടകളെ ക്രിമിനൽ ഒളിപ്പിക്കുന്ന വാടക വീടോ എന്ന് PPK ചോദിക്കുന്നു. ജയപാലൻ ഭാസ്കരൻ പറയുന്നു തങ്കച്ച ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത കോടികളുടെ കണക്കുകൂടി പറയൂ എന്ന് പറയുന്നു. MS ഷാജി പറയുന്നു ശിവദാസ പിന്നെന്തിനാണ് പിണറായി തടഞ്ഞു വെച്ചത്, ശിവദാസൻ ശാഖയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. കോൺഗ്രസ്സുകാർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല ഇത്തരത്തിൽ പ്രതിരോധമെന്ന് അജിത് കുമാർ പറയുന്നു. പിന്നീട് വീണ്ടും ഒക്കെ തർക്കങ്ങളാണ്. അച്യുതാനന്ദനെ അന്ന് ചീത്ത പറഞ്ഞവർ ഇന്ന് നല്ല വാക്ക് പറയുന്നുവെന്ന് AK കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. ഷേർലി ജേക്കബ് പറയുന്നു ഇങ്ങനെയാണ് അണികളെ ഉത്തേജിപ്പിക്കുന്നെങ്കിൽ അവിടെ ബംഗാൾ ആവർത്തിക്കും, അടുത്ത പ്രതിപക്ഷം BJP ആവും എന്ന് പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു ഉദ്ദേശം വേറെയായിരുന്നു, അത് നടന്നില്ല. കേരള പോലീസ് ലാത്തിച്ചാർജ്, വെടിവെപ്പ് ഇതെല്ലാം നടത്തി ഇവിടെ ക്രമസമാധാനം തകർന്നുവെന്ന് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടതെന്ന് ശശിധരൻപിള്ള പറയുന്നു. ഏതാ അടിമ, പാർട്ടി ക്ലാസ് ലെവൽ ബ്രെയിൻ വാഷിംഗ് എന്നൊക്കെയാണ് മറ്റൊരാൾ പറയുന്നത്. ഷേർലി ജേക്കബ് ഇങ്ങനെയാണ് അത് നേരത്തെ പറഞ്ഞതുമൊക്കെ വീണ്ടും അതേ സമാനമായ കാര്യങ്ങളൊക്കെയാണ്. ഇത് കേരളീയർ ഇത്രയും വിവരമില്ലാത്തവരാണെന്ന് സമൂഹം മുഴുവൻ മനസ്സിലാക്കുമെന്നാണ് ദി ക്രിയേറ്റർ പറയുന്നത്. കോൺഗ്രസ് BJP ആപ്പ് എക്സെട്ര ഇന്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്, അല്ലാതെ മെയ്ഡ് ഇൻ ചൈന അല്ല എന്ന് ഹൂ പറയുന്നു. ED ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല, ഉള്ളി റെയ്ഡ്, ചെക്കിംഗ് ഡോക്യുമെൻറ്റ്സ്, അതായത് മനസ്സിലാക്കാൻ ഗോവിന്ദനെ പോലുള്ളവർക്ക് ബോധം വേണ്ടേ എന്നൊക്കെയാണ് സുനിൽകുമാർ ചോദിക്കുന്നത്. പക്ഷേ ED ഇങ്ങനെ നിരന്തരമായ റെയ്ഡ് നടത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ പല കേസിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ അവസാനം ഒന്നും കണ്ടെത്തുകയോ തെളിയിക്കുകയൊന്നും ചെയ്യാറില്ല. ഒരു കേസൊക്കെ അന്വേഷിക്കുമ്പോൾ മിനിമം പോലീസുകാരായ പോലും അവർ ഒരു മിനിമം തെളിവുകളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ടല്ലേ അടുത്ത ഘട്ടത്തിലേക്കൊക്കെ നീങ്ങേണ്ടത്. അങ്ങനെ കൂടി ആളുകൾ ചോദിക്കില്ലേ സ്വാഭാവികമായും. അങ്ങനെ കുറേയേറെ കമൻറ്റുകൾ കിടപ്പുണ്ട്. ഡൽഹിയിൽ പാർട്ടി സെക്രട്ടറിയും മറ്റേയും വലിച്ചൊഴിച്ച് കൊണ്ടുപോയിട്ട് അവിടെ പ്രതിഷേധിക്കാൻ ആളില്ലായിരുന്നുവെന്ന് ശശിധരൻപിള്ള പറയുന്നു. പിന്നെ പണയം വാർത്തകൾ പറയുന്നു സംസ്ഥാന ആഭ്യന്തരമന്ത്രി പോലും അറിഞ്ഞില്ല, ED റെയ്ഡിനെ കുറിച്ച് അറിഞ്ഞില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. ജനങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ, പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു, ഈ പാർട്ടി നേതാക്കൾ വീടിനടുത്ത് എങ്ങനെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അനന്ത പത്മനാഭനാണ് ചോദിക്കുന്നത്. എന്തായാലും അങ്ങനെ കുറേയേറെ കമൻറ്റുകളുണ്ട്. നമുക്ക് വീണ്ടും ഈ വിഷയത്തിൽ തന്നെ ചർച്ച തുടരേണ്ടതുണ്ട്. ചില വാർത്തകളുടെ സുപ്രധാന അപ്ഡേഷനുകൾ വരാനുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരളത്തെ സംബന്ധിച്ച് ഒട്ടുമേ പരിചിതമല്ലാത്ത അത്യസാധാരണമായ സംഭവങ്ങൾക്കാണ് രാവിലെ മുതൽ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ്
പിണറായി വിജയന്റെ വാടക വീട്ടിലും CMRLന്റെ ഓഫീസിലുമൊക്കെ റെയ്ഡ് നടക്കുന്നു. പിണറായി വിജയന്റെ മകൾ വീണ ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളെ കാണുകയാണ്. അതായത് കേരളത്തിൽ ഏറ്റവും എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട റെയ്ഡാണ് നടന്നുകൊണ്ടിരുന്നത്. ആ റെയ്ഡിനെ തുടർന്ന് CPMന്റെ ജനറൽ സെക്രട്ടറി മുതൽ താഴേക്കുള്ള പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. അവസാനം റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ വാഹനം തല്ലിപ്പൊളിക്കുന്ന രംഗങ്ങൾ അങ്ങനെ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അത് VD സതീശൻ ഇന്നലെ മോദിയെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടന്നത് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ തന്നെ ആരോപണം ഉന്നയിക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ജോസഫാണ് മൈസൂരിൽ നിന്ന്. ഒരു അനിഷ്ട സംഭവം ഉണ്ടായി, ആരെങ്കിലും ഈ പറഞ്ഞ വണ്ടിയുടെ മുകളിൽ അടിച്ചു, ചെറിയ ചില്ല് പൊട്ടി, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവനുസരിച്ച് അതൊക്കെ CCTVയിലും നിങ്ങളുടെ ക്യാമറകളിലൊക്കെ പതിച്ചിട്ടുണ്ട്. അവരെ നമുക്ക് കണ്ടെത്തിയിട്ട് നമുക്ക് പിടിക്കാൻ അതിനൊന്നും തടസ്സമില്ല. അവർക്കൊരു നടപടി എടുക്കരുതെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഓഫീസിലേക്ക് ഇരച്ചു കയറി ഒരു സീൻ ഉണ്ടാക്കണമെന്ന് കേരള പോലീസിന് അങ്ങനെ ഒരു നിഷ്കർഷ എങ്ങനെ വന്നു? ഇവരൊന്നും എവിടേക്ക് പോകാൻ പോകുന്ന ആൾക്കാരല്ല. ഈ തെളിവുകളൊക്കെ നിങ്ങളുടെ ക്യാമറകളിൽ പതിച്ചിട്ടുണ്ട്, CCTV പതിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുൻ ജില്ലാ സെക്രട്ടറി MLA പറഞ്ഞല്ലോ, അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ ഞങ്ങളത് അതനുസരിച്ച് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, സഹകരിക്കാമെന്ന് പറഞ്ഞല്ലോ. അതിനപ്പുറം എന്താ വേണ്ടത്? എന്തായാലും ആ വിഷയമാണ് ത്തിലായിരുന്നു പ്രതികരണം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പോലീസിന്റെ നീക്കത്തിനെതിരായിരുന്നു ബ്രിട്ടാസിന്റെ പ്രതികരണം. ജോസഫാണ് മൈസൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾ പറഞ്ഞോളൂ. ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, ഈ പിണറായി വിജയൻ ടൈം ആൻഡ് അഗെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെന്ന് മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട ആവശ്യം എന്നാണെന്ന്. അവരൊന്ന് റെയ്ഡ് ചെയ്ത് കുറെ പേപ്പറുകൾ എടുത്തുകൊണ്ട് പോകും. പുള്ളി തന്നെ പറഞ്ഞു വളരെ മാന്യമായിട്ടാണ് അവർ പെരുമാറിയെന്നൊക്കെ പറഞ്ഞു. ഓൺ ദ അതർ സൈഡ് ഈ ഗുണ്ടകളെ നിർത്തി ഈ കാറ് തല്ലിപ്പൊളിക്കാന്ന് പറഞ്ഞത് നമ്മൾ ആലോചിക്കും. നമ്മളിപ്പം ഒരു യാത്ര ചെയ്യുന്ന ഒരു കാറിന് ചുറ്റും താങ്കൾക്ക് അതിന് ചുറ്റും ഒരു മോബ് വന്നിട്ട് തല്ലിപ്പൊളിക്കാന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ, അവർ പാകിസ്ഥാനിൽ നിന്നുള്ള ED ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെയാണല്ലോ. ഈ പരിപാടി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സമ്പൂർണമായ പരാജയം പറ്റി ഇനി ഏതെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തവരുണ്ടെങ്കിൽ അതുകൂടെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസിനകത്ത് ഈ ഗുണ്ടായുസം കാണിച്ചവരുണ്ട്, അതിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവരുടെ സീനിയർ നേതാക്കന്മാർ വന്ന് പറയുകയാണ് പാർട്ടി ഓഫീസിൽ കയറാൻ പറ്റത്തില്ല. പാർട്ടി ഓഫീസ് പറഞ്ഞാൽ ദേവാലയമാണോ പാർട്ടി ഓഫീസിനകത്ത് കയറാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അപ്പൊ അതിനകത്ത് കയറി ഇപ്പൊ പോലീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തിട്ട് ആ പാർട്ടി ഓഫീസിലുള്ള മുഴുവൻ ക്രിമിനലുകളെയും കസ്റ്റഡിയിലെടുക്കാണ് ഇവിടുത്തെ പോലീസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ചെന്നിത്തല എന്ന് പറയുന്ന പോലീസ് മന്ത്രി ഒരു വലിയ പരാജയമാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് പറയേണ്ടി വരും. ശരി, ശ്രീ മൈക്കിളാണ്, ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇന്നത്തെ ഈ റെയ്ഡിനെ കുറിച്ചും റെയ്ഡിന്റെ കുറിച്ചുള്ള പ്രതികരണം, അതിനെ തുടർന്നുണ്ടായ അക്രമങ്ങൾ, ഇതിനെയൊക്കെ ഏത് തരത്തിലാണ് താങ്കൾ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടന്ന് 102 സീറ്റോടുകൂടി അധികാരത്തിൽ വന്ന ഒരു സർക്കാർ നമ്മുടെ മുൻപിലുണ്ട്. നമ്മളെല്ലാം ആഗ്രഹിച്ചത് നല്ല രീതിയിൽ സമാധാനപരമായി നമ്മുടെ നാട് നന്നായി പോകുമെന്നാണ് ആഗ്രഹിച്ച ഒരാളാണ് ഞാനും. പക്ഷെ എനിക്ക് തോന്നുന്നു VD സതീശൻ ഇപ്പം ഈ 102ന്റെ ഒരു അഹങ്കാരം ഉണ്ടെന്ന് തോന്നുന്നു. അത് VD സതീശൻ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ കുറെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്നത് VD സതീശൻ BJPയുടെ വക്താവാണ്. VD സതീശൻ ഇതിന് എന്തോ ഇവിടെ ചെയ്തു കളയാന്നുള്ള രീതിയിൽ ഇതൊക്കെ മോശമായ കാര്യമാണ്. മൈക്കിൾ, എന്റെ ഒരു സംശയം, VD സതീശൻ BJPയുടെ വക്താവാകുന്നത് എങ്ങനെയെന്നറിയില്ല. രാഷ്ട്രീയമായി പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ VD സതീശന്റെ വാക്കുകളെയാണ് വിശ്വസിച്ചത്. VD സതീശന് അനുകൂലമായിട്ടാണ് 102 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു ചെറിയ വിജയമല്ല, അതൊരു അപാര വിജയമാണ്. അത്തരമൊരു വിജയം സമ്മാനിച്ചതൊക്കെ. അപ്പോൾ VD സതീശൻ എന്തോ ചെയ്തു എന്ന് പറഞ്ഞാൽ കേരള പോലീസ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും സമരക്കാരോട് വളരെ സംയമനത്തോടു കൂടി, ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലരൊക്കെ പറഞ്ഞ പോലെ വേണ്ട ഇടപെടൽ പോലും കേരള പോലീസ് ഇന്ന് നടത്തിയില്ല എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. അല്ല സാറേ, ഇത് നമ്മളെ കണ്ടോണ്ടിരിക്കുന്നതല്ലേ ഞാൻ പറയുന്നത്. VD സതീശൻ വന്നപ്പോ പോലീസുകാരെല്ലാം VD സതീശന്റെ ആൾക്കാരായി മാറി. അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പൊ VD സതീശന് ഇപ്പം ഈ അല്ല, നമ്മള് പോലീസ് ചെയ്തില്ല, ED എന്ന് പറയുന്ന സാധനം നമുക്കറിയാമല്ലോ ഈ രാജ്യത്ത് എന്താ ചെയ്യുന്നത്. VD സതീശൻ അറിയാതെ ഇവിടെ ED വരത്തില്ല സാർ. ഇവിടെ കഴിഞ്ഞ തവണ
ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ വന്നത് പിണറായി വിജയൻ അറിഞ്ഞിട്ടാണോ? അല്ലല്ലോ. പിണറായി അല്ല, ഞാൻ വിജയൻ ചോദിക്കട്ടെ. കേരളത്തിന്റെ അല്ല, മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രി ഇന്ന് പരസ്യമായി തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥർ വരുന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു. അവര് വരുന്ന വിവരമൊന്നും കേരള മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഇതിപ്പോ നമ്മൾ ഈ നാട്ടിലുള്ള അരി ആഹാരം കഴിക്കുന്നവരല്ല. മിനിഞ്ഞാന്നല്ല ഇവര് തമ്മിൽ ഗൂഢാലോചന നടത്തിയത് ഡൽഹിയിൽ. ഗൂഢാലോചന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നത് ഗൂഢാലോചന എങ്ങനെയാണ് ആവുന്നത്? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ എത്ര തവണ പോയി കണ്ടിട്ടുണ്ട്? അതൊക്കെ ഗൂഢാലോചന. അതൊക്കെ ഈ നാടിന്റെ കാര്യത്തിന് വേണ്ടിയാണ്. നാടിന്റെ മുഖ്യമന്ത്രി പിണറായി ആയാലും സതീശനായാലും പോകുന്നത് അതിനു വേണ്ടിയാണ്. ഈ നാടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ സാറേ? ഈ നാടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവര് പോയത്? അത് തന്നെയാണ് ഇവിടെ നടന്നത്. ഈ നാടിന് വേണ്ടി ഇത് ഇന്നത് നടത്തണമെന്ന് ഇവരുടെ വലിയ ഒന്നീ BD സതീശൻ അറിഞ്ഞില്ലെങ്കിലും ഇത് തന്ത്രപരമായിട്ട് BJP-ക്കാരൻ ചെയ്ത പരിപാടിയാ. BD സതീശൻ അവിടെ ഡൽഹിക്ക് വന്നെന്നും അപ്പൊ ഡൽഹി തിരിച്ചു പോകുമ്പോ നമ്മൾ ഇത് ചെയ്യണമെന്നെല്ലാം വലിയ ഗൂഢാലോചനയാ. ഇത് വലിയ ഗൂഢാലോചന പറയാം, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേതാക്കൾക്ക് നേരെ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെ അടക്കം ഇത്തരം അന്വേഷണ ഏജൻസികളുടെ പീഡനങ്ങൾ അല്ലെങ്കിൽ നിരന്തരമായ ടോർച്ചറുകളൊക്കെ നേരിടേണ്ടി വന്ന ഒരു പാർട്ടി കോൺഗ്രസും കൂടിയാണ്. കോൺഗ്രസ്സുകാരും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് VD സതീശനെ വെച്ചോണ്ട് ചിലപ്പോൾ ചെയ്ത VD സതീശനെ അറിയത്തില്ലായിരിക്കാം. VD സതീശൻ കേരളത്തിൽ നമ്മൾ ഇത് ചെയ്യണമെന്ന് പ്ലാനാ, അല്ല കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. അത് ചിലപ്പോൾ ശരിയായിരിക്കും, അതിന് സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് വരില്ല. അതിന് ഏത് മുഖ്യമന്ത്രി ആയാലും നമുക്ക് അങ്ങനെ ഒരു ആരോപണം. അല്ല, ഞാൻ പറയുന്നതാണ് സമാധാനപരമായി നമ്മളെ നാട്ടിൽ പോകാൻ സമ്മതിക്കുകയല്ല. ഈ ആളുകളെ ഇളക്കി വിടുക, ആളുകൾ സംഘർഷം ഉണ്ടായിക്കോട്ടെ. ഇന്ന് ചെയ്തത് ശരിയല്ലല്ലോ. ED എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എന്താ ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. വർഷങ്ങളായിട്ട് മറ്റേ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത് കോൺഗ്രസ്സുകാരൻ, കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ അനങ്ങിയില്ല. അത് നമ്മൾ കണ്ടതാ. അങ്ങനെ അങ്ങ് വിടാനും പറ്റിയല്ലോ. ജനങ്ങൾക്ക് രോഷം ഉണ്ടെന്നേ. ഇപ്പൊ ഇത് പറയുമ്പോ എനിക്ക് സത്യത്തിൽ രോഷം ഇത് കാണുമ്പോ. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളാ. ഇത് അവന്റെ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഇവിടെ അനുവദിക്കാൻ പറ്റത്തില്ല. അതേ വികാരത്തിൽ തന്നെ താങ്കൾ പറഞ്ഞതിനെയൊക്കെ ഉൾക്കൊള്ളുന്നു. അത് ശരി. മറ്റേ വിഷയത്തിൽ മാത്രമാണ് ഞാൻ അങ്ങനെ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നാണ് പറയുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ ഒരു ED പരിശോധനയ്ക്ക് വരുന്ന ED ഉദ്യോഗസ്ഥർ മടങ്ങി പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധമൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ഒരു പ്രതിഷേധിക്കുകയൊക്കെ ഒരു പാർട്ടിയുടെ നേതാവിന് നേരെ അങ്ങനെ വരുമ്പോൾ അത് പ്രതിഷേധിക്കുകയൊക്കെ വേണം. പക്ഷേ ആ ED ഉദ്യോഗസ്ഥരുടെ വാഹനം തല്ലിപ്പൊട്ടിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യത്തിലാണ്. അത് പാർട്ടിക്ക് തന്നെയല്ലേ അവമതിപ്പ് ഉണ്ടാക്കുന്നത്? നമസ്കാരം. ഈ നിങ്ങളൊന്നും ഇങ്ങനെ പക്ഷപാതപരമായിട്ട് പറയാൻ പാടില്ല. എന്താണ് പക്ഷപാതപരമായി പറഞ്ഞത്? പറയൂ. അതായത് ED ഈ പറഞ്ഞ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് റെയ്ഡ് ചെയ്തു എന്നുള്ള വാർത്ത, അത് ആ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുന്നതിനും വരെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളാരും പറയുന്നില്ല. ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പക്ഷപാതപരമായി പറയുന്നു. കൃഷ്ണൻകുട്ടി, ഞാനത് പറഞ്ഞോട്ടെ. ED റെയ്ഡ് നടന്ന സമയത്ത് എന്താണ് ഉണ്ടായതെന്ന്, ആ റെയ്ഡിന് വിധേയരായ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അത് പിണറായി വിജയനാണെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരാരെങ്കിലും പറയണം, അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർ പറയണം. അല്ലാതെ അവിടെ എന്ത് നടന്നു എന്ന് പുറത്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അറിയാൻ കഴിയില്ല. അത് പുറത്ത് നടന്ന കാര്യങ്ങൾ മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലാണ്. അവിടെ നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. അത് പിണറായി വിജയനും അങ്ങനെ വന്നിട്ട് ED ഉദ്യോഗസ്ഥരെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ നിർദ്ദേശം കിട്ടി വന്നതല്ലേ, അവരെ പോസിറ്റീവായ രീതിയിലാണ് അദ്ദേഹം അവിടെയൊക്കെ പ്രതികരിച്ചത്. പിന്നെ അവിടെ എന്ത് നടന്നു ഞങ്ങൾ പക്ഷപാതപരം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. റെയ്ഡിൽ കാര്യമായി ഒന്നും കിട്ടിയില്ല എന്ന് ചില ചാനലുകൾ വാർത്ത റെയ്ഡിൽ EDയുടെ വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. 2.78 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ രേഖകൾ പരിശോധിച്ച് അതിന് ശരിയായ സാമ്പത്തിക ഇടപാടുകളാണോ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അത് ശരിയായ സാമ്പത്തിക ഇടപാടുകൾ, എന്താണ് ഈ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കേസ് അവസാനിക്കും. അതല്ല പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കേസിൽ തുടർ നടപടിയിലേക്ക് പോകും. അങ്ങനെയാണല്ലോ ഒരു കേസ് പോകുന്നത്. അത് എവിടുന്നാ കിട്ടിയേ? 12 സ്ഥലത്തൊന്നും കിട്ടിയ ഒരു സ്ഥലത്തുനിന്ന് മാത്രമേ കിട്ടിയുള്ളൂ. ഒരു സ്ഥലത്ത് എവിടെ കിട്ടി എന്നുള്ളത് EDയുടെ വാർത്താക്കുറിപ്പാണ്. അതെ, എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചേ. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ വാർത്താക്കുറിപ്പിനകത്ത് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തെ വീട്ടിലായിരിക്കും ഞാൻ കരുതുന്നു. ഞാൻ വാർത്താക്കുറിപ്പ് ഞാനോട് കേരളത്തെ തൊട്ടുമാണ് വായിച്ചത്. വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് എവിടുന്നാണെന്ന് അതിലുണ്ടെങ്കിൽ. ഇവര് 12 സ്ഥലത്ത് കയറിയല്ലോ. അതെ, 12 സ്ഥലത്തുനിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ കിട്ടിയാതോ ഒരിടത്തുനിന്ന് മാത്രമേ കിട്ടിയുള്ളൂ. അതാണ് എനിക്കറിയില്ല ശ്രീ കൃഷ്ണൻകുട്ടി. അപ്പം അതാണ് ഞാൻ പറഞ്ഞ ഈ ചാനലുകളുടെ പക്ഷപാതപരമായ കാഴ്ചപ്പാടിനെ അത് പറയൂ അല്ലേ പറഞ്ഞേ. കാരണം ഇതുവരെ നമുക്ക് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ പല ചാനലുകളും കണ്ടതെന്ന് മനസ്സിലാവുന്നത് അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ED പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല.
ED പറഞ്ഞു അവർക്ക് ഇന്ന രേഖകൾ കിട്ടിയിട്ടുണ്ട്, ആ രേഖകൾ പരിശോധിക്കണം. അവർ ആ രേഖകൾ ഒരു കള്ളത്തരം കാണിച്ച രേഖയാണെന്ന് പറഞ്ഞിട്ടില്ല. ആ രേഖകൾ പരിശോധിച്ച് ഇനി അവർ അടുത്ത നടപടിയിലേക്ക് പോകും. ഇത് റെയ്ഡാണ്. ആ റെയ്ഡിൽ അവരെ എന്തെങ്കിലും പിടിച്ചെടുക്കുന്ന സാധനങ്ങൾ അവരുടെ സാമ്പത്തികമായിട്ട് ഒത്തുചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ആയിക്കോട്ടെ, ആ കിട്ടി അവരുടെ ബാങ്ക് ഡെപ്പോസിറ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടിയെന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. വേറൊന്നുമല്ലല്ലോ. ബാങ്ക് ഡെപ്പോസിറ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി കൃത്യമായി അറിയില്ല ബാങ്ക് ഡെപ്പോസിറ്റ് ആണോ, ഇനി ആർക്കെങ്കിലും അയച്ചു കൊടുത്താണോ, ഇനി മറ്റെന്തെങ്കിലും അത് സാമ്പത്തിക ഇടപാട് രേഖയാണോ, അതൊക്കെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ട് റെയ്ഡിന്റെ തന്നെ ആവശ്യമില്ലല്ലോ. ഇങ്ങനൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ പോരെ? സാമാന്യ ബുദ്ധി. ഈ റെയ്ഡ് എന്ന് പറയുന്നത് ദുരുദ്ദേശപരമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ദുരുദ്ദേശം എന്താണ്? പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പം CPM-നെയും പിണറായിയെയും ഒന്നും കൂടി അധിക്ഷേപിക്കുക, കരിവാരി തേക്കുക, ചെളിവാരി എറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം നടത്തിയൊരു സംഭവം ഇത്. അവര് വിചാരിച്ചത് ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ ചുമ്മാ കയറി ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തി ചാനലിലെല്ലാം വാർത്തയെ വരുത്തി പിണറായി കള്ളനാണെന്ന് വരുത്തി, അല്ലെങ്കിൽ പിണറായിയും CPM-കാരും കള്ളന്മാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയൊരു നാടകം. ഈ വീണയുടെ കേസ് എന്ന് പറയുന്നത് കുറെ വർഷങ്ങളായിട്ട് നടക്കുന്ന കേസാ. ഇന്ന് ഇത്ര വലിയ കാര്യമാണോ 2.5 കോടി രൂപയുടെ കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട്? അത്ര വലിയ സംഭവമാണോ 2.5 കോടി? ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഞാനൊന്ന് പറയട്ടെ. താങ്കൾ ഇത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ്. ഒരു മിനിറ്റ്. ഇപ്പോൾ ദൃശ്യത്തിൽ കണ്ട ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു കേസുണ്ടാവുകയും ആ കേസിൽ ബിനീഷ് കോടിയേരി ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് ED-യുടെ കയ്യിൽ എന്തെങ്കിലും, അവരുടെ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണും, അവരത് അന്വേഷിച്ചോട്ടെ, അതും പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല, ഒരു തരത്തിലും പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ ഒരു വരി പോലും പറഞ്ഞില്ല എന്ന് മാത്രമല്ല ബിനീഷ് കോടിയേരിയെ തള്ളിപ്പറയുകയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ വീണ തൈക്കണ്ടിയുടെ കാര്യം വരുമ്പോൾ, ഇത് രണ്ടിലും ശരിയുണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വീണ തൈക്കണ്ടിയുടെ കാര്യം വരുമ്പോൾ അത് പാർട്ടിക്കെതിരായ ആക്രമണമാണെന്ന് പറയുന്നു. കോടിയേരി പാർട്ടി സെക്രട്ടറിയേക്കാൾ വലുതല്ലല്ലോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ. പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ കേസ് വരുമ്പോൾ അത് പാർട്ടിയുമായി ബന്ധമില്ല, പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെ കേസ് വരുമ്പോൾ അത് പാർട്ടി ആക്രമിക്കാനാണെന്ന് പറയാം. അതൊരു ഇരട്ടത്താപ്പല്ലേ? അപ്പോൾ നിങ്ങളാണ് ഇരട്ടത്താപ്പ്. ഞങ്ങളെവിടെ ഇരട്ടത്താപ്പ്? പറഞ്ഞോളൂ താങ്കൾ. ബിനീഷ് കോടിയേരിയുടെ കേസ് എന്തായി? അതാ ചോദിച്ചത്. എന്തായെന്ന്? കേസ് എന്തായി? എന്താണ് ഞാൻ ചോദിച്ചത്? പാർട്ടി ഏറ്റില്ലല്ലോ. പാർട്ടി പ്രതിരോധിക്കാൻ ബിനീഷിന് വേണ്ടി പ്രതിരോധിക്കാൻ പാർട്ടി അല്ലല്ല, ഒരു വശം മാത്രം പറഞ്ഞാൽ പോരല്ലോ. ബിനീഷ് കോടിയേരിയുടെ കാര്യം വലിച്ചിട്ട് താങ്കൾ തന്നെ പറയണം. ബിനീഷ് കോടിയേരിയുടെ കേസ് എന്തായി? ഞാൻ വളരെ കൃത്യമായി കൃഷ്ണൻകുട്ടി പറഞ്ഞല്ലോ. ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് വന്നപ്പോൾ ആ സമയത്ത് പ്രതിരോധിക്കാൻ ഈ പാർട്ടി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ബിനീഷ് കോടിയേരി തള്ളിപ്പറയുന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. അതതിന്റെ ഒരു വശം. ആ വശം എന്താണ് ഇവിടെ ബാധകമല്ലാത്തതെന്നാണ് ചോദ്യം. ചോദിക്കാൻ ഉത്തരം പറയാം. അതിനു മുമ്പ് താങ്കൾ ബിനീഷ് കോടിയേരിയുടെ കാര്യം വലിച്ചഴിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ബിനീഷ് കോടിയേരിയുടെ കേസ് എന്തായി? ബിനീഷ് കോടിയേരിക്കെതിരെ തെളിവില്ല എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തനാണ്. എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചോദിച്ച തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതല്ല ചോദ്യം. ഒരു സമാനമായ കേസ് വരുമ്പോൾ ഒരാൾക്ക് ഒരു നിലപാട് മറ്റൊരാൾക്ക് വേറെ നിലപാട്, അതെന്താണെന്നാണ് ചോദ്യം. അത് തന്നെ കാര്യം. ആ അനുഭവത്തിൽ നിന്ന് പാർട്ടിയും പാഠം പഠിച്ചു. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാനാണല്ലോ ഞാൻ വിളിച്ചത്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ CPM-കാരെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരെയും ഒക്കെ ബുദ്ധിമുട്ടിക്കാനും അവരെ എങ്ങനെയെങ്കിലും കുഴപ്പത്തിലാക്കാനും പേരുദോഷം ഉണ്ടാക്കാനും ചെളിവാരി എറിയാനുമുള്ള ഒരു ഏജൻസി മാത്രമാണ് ED. താങ്കൾ തന്നെ പറഞ്ഞു ഇവരുടെ അന്വേഷണത്തിൽ 1% പോലും കേസുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന്. പിന്നെ എന്തിനാണ് ED ഇങ്ങനെ കയറി ഇറങ്ങുന്നത് കേരളം മുഴുവൻ? ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. പ്രവർത്തനായിട്ടാണ് ചോദിച്ചത്. ആ ED ഉദ്യോഗസ്ഥർ മടങ്ങി പോകുമ്പോൾ അവരുടെ കാർ നേതാക്കളുടെ മുന്നിൽ വെച്ച് തല്ലിപ്പൊളിച്ചത് ശരിയാണോ? അത് പറയാം. ഏതായാലും ഒരു സാധനം കിട്ടിയില്ല. ഈ അവരുടെ കേസ് പൊളിഞ്ഞു. ED വന്ന കാര്യം എല്ലാം പൊളിഞ്ഞു. അതിന് മുന്നോട്ട് പോകുന്നില്ല. ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് പറയാമല്ലോ. ഇതുവരെ താങ്കൾ തന്നെ പറഞ്ഞു 1% പോലും ഇല്ലെന്നല്ലേ. രണ്ടുകൂടെ പറയരുത്. താങ്കൾ പറഞ്ഞതിനെ ഉച്ചരിച്ച് തന്നെ ഞാൻ പറഞ്ഞു 1% പോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതും അങ്ങനെ തന്നെ പോകുമെന്ന് വിചാരിക്കാം. ഇനി ഈ അക്രമത്തിന്റെ കേസ് ഈ 12 സ്ഥലത്ത് റെയ്ഡ് നടന്നപ്പോഴും അക്രമം ഉണ്ടായത് ഇവിടെ മാത്രമാണല്ലോ. അതെന്താ കാര്യം? ആ കെട്ടിടത്തിനുള്ളിൽ, ആ വീടിനുള്ളിൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന CPM-കാരെല്ലാം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന സഹായ് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. സഹായ് പിണറായി വിജയനെ ബുദ്ധിമുട്ടിച്ച് കണ്ടപ്പം സഹാക്കൊക്കെ രോഷമുണ്ടായി. അത് സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെയാ. കോൺഗ്രസ്സുകാരെ പോലെയല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തത്തിൽ അങ്ങനെ ഒരു തിളപ്പുണ്ടാവും.
ആ തിളപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥരെ വെളിയിലേക്ക് ഇറക്കിവിട്ട പോലീസ് ആരാണോ ആ പോലീസാണ് കുറ്റക്കാര്. അവരതിനു മുമ്പായിട്ട് ഞാൻ പറയട്ടെ അധികം സമയമില്ലല്ലോ, ഞാൻ പറയട്ടെ. അതിനൊരു സമവായം കണ്ടെത്തി അന്തരീക്ഷം സമാധാനപരമായി ഉറപ്പാക്കിയതിനു ശേഷമേ അവർക്ക് സുരക്ഷിതമായി മാത്രമേ അവരെ വെളിയിൽ ഇറക്കി വിടാൻ പാടുള്ളായിരുന്നു. റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. താങ്കൾക്ക് വേഗത്തിൽ പറയാം, നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നു. താങ്കൾ എന്താണ് ഈ റെയ്ഡിനെ കുറിച്ചും ഒക്കെ പറയുന്നത്? പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകനായ താങ്കളോട് ചോദിക്കണം, UDF പ്രവർത്തകനായ താങ്കളോട് ചോദിക്കാനുള്ളത്, ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടതുകൊണ്ട് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണ് ഈ റെയ്ഡ് നടക്കുന്നത് എന്നതുകൊണ്ട് അതിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ആരോപണം UDF-നെതിരെയുണ്ട്. ഇന്ന് നടന്ന ഈ ED റെയ്ഡ് ഉണ്ടല്ലോ, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? പിണറായി വിജയന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ ED വന്നിട്ടുള്ളത്. ED വന്നിട്ടുള്ളത് പിണറായിയുടെ മകൾ വീണ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, അത് രേഖാപരമാണോ അല്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ED വന്നത്. എന്തിനാണ് ഈ പാർട്ടി പ്രവർത്തകർ ഇതിനു വേണ്ടി വന്നത്? വീണ വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണോ, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആണോ, അതല്ലെങ്കിൽ ഒരു ജില്ലേന്റെ സെക്രട്ടറി ആണോ, ഒരു ബ്രാഞ്ച് സെക്രട്ടറി? ഒന്നുമല്ലല്ലോ. അപ്പൊ അവരെ കുറിച്ച് EDക്ക് സംശയം വന്നപ്പോൾ ED അന്വേഷണത്തിന് വന്നു. അന്വേഷണത്തിന് വന്നാൽ അതിന് സഹകരിക്കുകയല്ലേ വേണ്ടത്? അതല്ലാതെ നേരത്തെ പിണറായി വിജയനെ കുറിച്ച് ലാവ്ലിൻ കേസിലാണെങ്കിൽ ഓക്കെ, അണികൾ ഒഴുകിയെത്തണം. പക്ഷെ ഈ വീണ ജോർജിന്റെ കാര്യത്തിൽ എന്തിനാണ് അണികൾ ഇത്ര വികാരപരിതമായി ഇതിനെ സമീപിക്കേണ്ട ആവശ്യം? ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കേണ്ട ആവശ്യം എന്താണ്? വാഹനങ്ങൾ തല്ലി തകർക്കേണ്ട ആവശ്യം എന്താണ്? അത്തരം ക്രിമിനലുകളെ രക്ഷിച്ചു മുമ്പേ രക്ഷിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ഉമേഷാണ് കോഴിക്കോട്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് വേഗത്തിൽ പ്രതികരിക്കാം. നമസ്കാരം ജി. വേറൊന്നല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ED എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു നിയമ സംവിധാനമല്ലേ, ഒരു അന്വേഷണ വിഭാഗമല്ലേ? ഒരു അന്വേഷിക്കുന്നത് എന്താണ്? ഈ മുൻ മുഖ്യമന്ത്രിയുടെ മകളും ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വീണ വിജയന്റെ ഒരു ആരോപണത്തിന്റെ പേരിൽ അന്വേഷണമല്ലേ? ആ അന്വേഷിച്ച് അവരങ്ങ് പോട്ടെ അല്ലേ? അന്വേഷിച്ചങ്ങ് പോകുന്നതിനെന്താ? അത് അന്വേഷിച്ച് പോയാൽ പോരെ? മുൻ മുഖ്യമന്ത്രിനെ തന്നെ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വട്ടത്തിലിരുന്ന് നടുവിൽ അദ്ദേഹം വെറുതെ പോയിട്ട് ഇരുന്നിട്ട് അന്വേഷണ വിഭാഗത്തിന് 24 മണിക്കൂറും അവരെ മുന്നിൽ ഇരുന്ന് കൊടുത്തിട്ട് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു കൊടുത്തിട്ട് സംസ്ഥാനമല്ലേ ഈ കേരളം? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇതുപോലെ ചോദ്യം ചെയ്യുമ്പോൾ ഈ കേരളത്തിൽ ഇതുപോലെ സമരാഭാസം നടന്നിരുന്നോ? കാറ് തല്ലിപ്പൊളിച്ചോ? ഒന്നുമില്ലല്ലോ. ഇതാണ് ഇവരുടെ ഒരു ജനങ്ങൾക്ക് അംഗീകരിക്കാത്ത സമര ആഭാസം എന്ന് പറയുന്നത്. ഇതാണ് ഇവർ പോക്കാൻ ചെയ്യാറുള്ളത്. ഉമേഷ്, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ശ്രീ ഷാജിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ റെയ്ഡിനെയും അതിനോടുള്ള പ്രതികരണത്തെയും ഒക്കെ കാണുന്നത്? ഞാന് രാവിലെ മുതലേ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ഒരു ഗുണ്ടായിസം അത് ഒരിക്കലും വെച്ചുപൊറിപ്പിക്കുന്നതല്ല. കാരണം ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തില് ഒരാളെ ഇപ്പൊ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തുക, അവര് വന്ന വാഹനം ഗവൺമെന്റ് വാഹനമല്ല. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ED എന്നുള്ള അന്വേഷണ ഏജൻസിയെ, കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെയും കുടുംബത്തെയും വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞവർ, മടിയിൽ കനമില്ലാത്തവർക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ED അന്വേഷണം? അവർ വന്നിട്ട് പോട്ടെ, അവരെ സ്വീകരിച്ച് മടക്കി വിടണം, അവരെ പേടിക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചവരുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആക്രമണമാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഇതല്ല പിണറായി വിജയനെതിരെ അല്ല, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ വന്ന ആക്രമണം എങ്ങനെയാണ് CPM-നും പിണറായി വിജയനും എതിരെയുള്ള ആക്രമണമായി മാറുന്നത്? കേസ് വന്നിരിക്കുന്നത് മകൾക്കെതിരെയല്ലേ? മകൾക്കെതിരെ അന്വേഷിച്ചിട്ട് പോട്ടെ, അത് കുടുംബത്തിന്റെ എതിരായിട്ടുള്ള അന്വേഷണമല്ലേ? ആ തരത്തിൽ പ്രതികരിച്ചവരുണ്ട്. ഈ ആക്രമണം നടത്തിയത് ഒരിക്കലും ശരിയായില്ല എന്ന് പറഞ്ഞവരും അങ്ങനെയല്ല. പിണറായി വിജയനെ പോലൊരു നേതാവിനെ ഇത്ര നേരം തടഞ്ഞു നിർത്തുമ്പോൾ പ്രവർത്തകർ വൈകാരികമായി പ്രതികരിക്കുന്നതാണെന്ന് ന്യായീകരിച്ചവരും ഒക്കെയുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഉണ്ടാവും എന്ന് തന്നെ നമുക്കും അറിയാം. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിലും ഒക്കെ ചിലപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നേക്കാം. ഈ കേസിന്റെ മെറിറ്റിലേക്കും ഒന്നും നമ്മൾ പോകുന്നില്ല. ഇനി
ആ കേസിൽ ഈ പിടിച്ചെടുത്ത രേഖകൾ എന്തിൻ്റെതാണെന്ന് തെളിയിക്കാൻ വീണയ്ക്ക് കഴിഞ്ഞാൽ ആ കേസ് ഇല്ലാതെയായിപ്പോവും. അതല്ല അതിൽ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അനധികൃതമായ ഇടപാടുകളുണ്ടെങ്കിൽ കേസുമായി ഇ ഡി മുന്നോട്ട് പോകുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഉണ്ടാകുന്നത് ഇ ഡി കേസ് ഒരിക്കലും തീരാറില്ല. അത് അനന്തമായി ഇങ്ങനെ നീണ്ടുപോകുന്ന അവസ്ഥയാണ്. അങ്ങനെ നീണ്ടുപോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് തെറ്റ് ചെയ്തവർക്കായാലും തെറ്റ് ചെയ്യാത്തവർക്കായാലും രണ്ടുപേർക്കുമെതിരെയുള്ള പീഡനമാണ്. അതിന് ഏത് കേസിലായാലും അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതുകൂടി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുമൊക്കെ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും നാളെയും ഇതേ സമയം മറ്റൊരു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.